ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങോട്ടായാൽ ഒരേ കൺഫ്യൂഷനാണ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് അടുക്കള അലർജിയാണെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. പിന്നെ ഓർത്ത് പത്തിരിപ്പൊടി ഇരിക്കുന്നുണ്ടല്ലോ, അതെടുത്തിട്ട് മുരിങ്ങയില നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം. അതിന് വേണ്ടത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് കുറച്ച്, പിന്നെ അരിപ്പൊടി, അതിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇത്തിരി കായത്തിൻ്റെ പൊടി, മുരിങ്ങയില ഊരി വെച്ചത്, വെള്ളം. ഇത് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പം കുറച്ച് കൂടുതൽ വെള്ളം വേണം ഇതിന്. സാധാരണ ദോശമാവിൻ്റെ വെള്ളം പോരാ, കുറച്ച് കൂടുതലായിട്ട്. കലക്കി വെച്ച മാവിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് തട്ടി കൊടുക്കുക. പിന്നെ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് പാകപ്പെടുത്തിയ ശേഷം നമ്മൾ നേരത്തെ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല അതിലേക്ക് തട്ടി കൊടുക്കുക. ആ മുരിങ്ങയിലയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ നീർദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം പോലെ ആ പരുവത്തിൽ. ഇനി അതിലേക്ക് ചമ്മന്തി റെഡിയാക്കാം. ഇനി അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണ കുറച്ച് കൂടുതലായി, അത്രയും എണ്ണ വേണ്ട. ഉപ്പ് പിന്നീട് ചേർത്താലും മതി. അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കല്ലിൽ ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച മുളക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇതുകൊണ്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പച്ച ഉള്ളി കൊണ്ട് അരച്ചതാണ്. നമ്മൾ മുളക് പൊടി വഴറ്റിയെടുക്കുന്നത് പോലെ അതുപോലെ തന്നെ ഉള്ളിയും വേണമെങ്കിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കല്ല് നന്നായിട്ട് ചൂടായി വരണം. നല്ല ചൂടിലായിരിക്കണം നമ്മളത് കോരി ഒഴിക്കുന്നത്. പരത്തൊന്നും വേണ്ട, അങ്ങനെ വെറുതെ കോരി ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് പിന്നെ തുറന്നതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ദോശ ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ. ഇനി ഒരു കോഫി ഉണ്ടാക്കാം. ഇപ്പോൾ നീർദോശ, കോഫി, ചമ്മന്തി റെഡി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ. ഓക്കെ, ബൈ.